അരുവിക്കരയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിവേക് ഗോപനാണ് എന്നോടൊപ്പം ചേർന്നത്. എങ്ങനെയുണ്ട് അരുവിക്കര മണ്ഡലം? എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിട്ടുള്ളൊരു മണ്ഡലമാണ്. എനിക്ക് തൊട്ടടുത്ത മണ്ഡലമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കയറുന്ന ലാഘവത്തോടു കൂടി തന്നെ ഇവിടെ വരാം. വീട് ഇതിന് തൊട്ടടുത്താണ്? അതെ, ഞാൻ നെടുമങ്ങാട് മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഞാൻ അരുവിക്കര മണ്ഡലത്തിലാണെന്നുള്ളത് ആ വിചാരത്തിലായിരുന്നു. പക്ഷെ എൻ്റെ മണ്ഡലം നെടുമങ്ങാട് മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. ഞാൻ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം ആണ്, പക്ഷെ എനിക്ക് വോട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. അപ്പം ഞാനിപ്പോൾ വീട് മേടിച്ച് മാറിയിരിക്കുന്ന നെടുമങ്ങാട് മണ്ഡലത്തിലേക്കാണ്. അപ്പം ഒരു സ്വന്തം സ്ഥലം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ വീട്ടിൽ നിന്നൊരു 10-20 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ എൻ്റെ മണ്ഡലത്തിലേക്ക്. കഴിഞ്ഞ ചവറ മത്സരിച്ചു, അവിടെ നിന്നൊരു മാറ്റം വന്ന് നാട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നാടിനടുത്തേക്ക് വരികയാണ് അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ചവറയിൽ മത്സരിച്ചപ്പം അവിടുത്തെ ജനങ്ങൾ തന്ന സ്നേഹവും സന്തോഷവും ഒക്കെ ഒരു 4000 വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തുടർന്ന് ആ ഒരു റിസൾട്ടിലും ആ ഒരു പ്രഭാവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ബി.ജെ.പിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് ഈ മണ്ഡലത്തിലുള്ളത്? നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, പല മേഖലകളിലും പല പഞ്ചായത്തുകളിലും നമുക്ക് വോട്ട് വർധനവ് വന്നിട്ടുണ്ട്. ഒത്തിരി അത് കേരളം ഒട്ടാകെ നമുക്ക് ബി.ജെ.പിക്ക് വളരെ അനുകൂലമായിട്ടുള്ള വോട്ട് വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഭാവം അരുവിക്കരയിലെ പല മേഖലകളിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ പറയാൻ അത് ഒരുപാട് കത്തിജ്വലിക്കാൻ പോകുന്നു ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. വിവേക് ശരിക്കും ഈ സിനിമ സീരിയൽ രംഗത്തൊക്കെ ഉള്ള ആളാണ്. സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരുവാണ്. കേരളം അങ്ങനെ കാരണം 2024 2 സ്ഥാനാർത്ഥികൾ അങ്ങനെ കൊണ്ടുപോകുന്നു. അവർക്ക് മത്സരിക്കാനൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണോ? അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ളതും ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വന്ന് കാര്യങ്ങൾ വളരെ കർത്തവ്യബോധത്തോടു കൂടി ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വിജയിച്ച് വരട്ടെ എന്നുള്ളത് എനിക്കും പറയാനുള്ളൂ. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പണബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് വികസനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ച് കൊണ്ടുവരാനായിട്ടുള്ള കൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമാണോ, അല്ലാതെ ബി.ജെ.പിയുടെ വേദികളിലൊക്കെ ചില വേദികളിലൊക്കെ വിവേകനെ കാണാറുമുണ്ട്, ഇങ്ങനെ ഭാരവാഹിത്വത്തിലേക്ക് വന്നിട്ടുണ്ട്? എന്താണ്? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അതിനു മുമ്പ് പാർട്ടിയുടെ അനുഭാവിയായിരുന്നു. അതിനൊരു 5 മാസം മുന്നേ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് വന്നത്, മത്സരിക്കുന്നതും. പിന്നെ അതിനുശേഷം പാർട്ടിയുടെ ചുമതല ഉടനീളമുണ്ട്. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സ്പോർട്സ് സെല്ലിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയാണ്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കൂടിയാണ്. എന്താണ് ഈ മണ്ഡലം പരിചയപ്പെട്ടു, എന്താണ് ഇവിടെ ഒരുപാട് ഇല്ലായ്മയായിട്ട് തോന്നുന്നത്? എന്താണ് ഈ മണ്ഡലത്തിലെ കുറവ്? എന്താണുള്ളത്? എന്തൊക്കെയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞ പോലെ നികത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വളരെ മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആംബുലൻസ് പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ സജ്ജമായിട്ടുള്ളതില്ല. അപ്പം ഒരു കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ ഒന്നും നമ്മുടെ മണ്ഡലത്തിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഈ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല. അങ്ങനെ ഒത്തിരി അഭാവം നമ്മുടെ മണ്ഡലത്തിലുണ്ട്. പിന്നെ വന്യജീവി സങ്കേതം കൂടിയാണ് നമ്മുടെ മണ്ഡലം. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ നാട്ടുകാരും കൃഷിക്കാരും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുകയാണ്. അതിലൊന്നും കഴിഞ്ഞ 10-40 വർഷക്കാലം ഭരിച്ച MLA-മാരൊന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അതുമാത്രമല്ല, കുറച്ച് ഉൾപ്രദേശങ്ങളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. റോഡൊക്കെ വളരെ ദുർഘടമായിട്ടുള്ള രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ തന്നെ. ഇപ്പം കുറച്ചൊന്ന് മഴയും സംഭവങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് പോകാനോ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മളൊരു സ്ത്രീജനങ്ങൾക്ക് പുറത്തിറങ്ങി രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ പല മേഖലകളിലും ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അതങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ അനന്തമായ സാധ്യതയുള്ള മണ്ഡലമാണ് ടൂറിസത്തിന്. അതും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അരുവിക്കര പാലം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. ബ്രിട്ടീഷ് കാലത്ത് ഇട്ട പാലമാണ് ഇപ്പോഴും കിടക്കുന്നത്. ഒരു വണ്ടി പോകണമെങ്കിൽ മറ്റേ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു വലിയ പാലം അതിന് പാരലൽ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ MLA-മാർ ശ്രമിച്ചിട്ടില്ല, മുമ്പിരുന്നതും ഇപ്പോൾ ഇരിക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡാം ചെളി വാരുന്ന രീതിക്കുള്ള കൊട്ടേഷൻ. കുടിവെള്ളം ഇവിടുന്നാണ് പോകേണ്ടത്. നഗരത്തിലെ കുടിവെള്ളം ഇവിടുന്നാണ് പോകുന്നത്. പക്ഷേ അത് വേറൊരു സംഭവം. നഗരത്തിലെ കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം എത്തുന്നുണ്ട്. പക്ഷേ അരുവിക്കരയിലെ ജനങ്ങൾക്ക് പല മേഖലയിലും കുടിവെള്ളം ഇല്ല. അത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അരുവിക്കരയിലെ ഡാമിൽ ചെളി വാരാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിറ്റിംഗ് MLA-യുടെ
വളരെ വേണ്ടപ്പെട്ട അടുത്ത എനിക്ക് തോന്നുന്നത് ബന്ധു മിത്രാദികൾക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ടറിഞ്ഞത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷേ അവിടെ മണലുറ്റും കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ വികസനം എന്ന് പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ കൊണ്ടുവരാൻ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ വികസനം നടക്കുന്നത് ഇപ്പോൾ സിറ്റിംഗ് MLA ഇരിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ഇനി MLA സ്ഥാനത്ത് മറ്റു പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുടെയും അവരൊക്കെ വികസനം എന്ന് പറയുന്നത് അവരുടെ കീശയിലും ഉള്ള വികസനമാണ്. അവരുടെ കുടുംബത്തിലുള്ള വികസനങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനും ഈ പറഞ്ഞ പോലെ നല്ല വികസനം നമ്മുടെ നാട്ടിലേക്ക് കാഴ്ചവെക്കാനും ഈ പറഞ്ഞ പോലെ വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഇതൊരു സ്വർഗ്ഗതുല്യമാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിലേക്കില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ മണ്ഡലം ഒരു മികച്ച മണ്ഡലമാക്കി, കേരളത്തിലെ തന്നെ ഉടനീളം ഒരു മികച്ച മണ്ഡലമാക്കി കൊണ്ടുവരിക എന്നുള്ളതും ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നൊരു മണ്ഡലമാക്കി കൊണ്ടുവരിക എന്നുള്ളതും ഒരുപാട് ടൂറിസം മേഖലയിലേക്ക് അനന്തമായ സാധ്യതകളുള്ള മണ്ഡലവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പയ്യെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആശയം. ഈ നമ്മൾ ഈ ബോളിവുഡ് നോക്കിയാലും തമിഴ് സിനിമാ ലോകമായാലും കന്നഡയാണെങ്കിലും തെലുങ്കിലുമൊക്കെ പണ്ടുതൊട്ടേ ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലും വളരെ സജീവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാർക്ക് കൂടി പറ്റിയ മേഖലയാണ് രാഷ്ട്രീയം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് കലാകാരന്മാർ വരുമ്പോഴൊക്കെ വളരെ സന്തോഷമുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ എല്ലാ കലാകാരന്മാരോടും. നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രം മത്സരിച്ച് പോവാണ്ട് ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കി ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ എന്താണോ ആവശ്യം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ വളരെ വികസനം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ വരുന്ന ആൾക്കാരോ അത് കലാകാരന്മാരായിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ അവരോട് എനിക്ക് പറയാനുള്ളൂ. ഈ ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഒരു പരിചിത മുഖം കുറച്ചുകൂടി എളുപ്പമാണോ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. അത് ഒരു പരിധി വരെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഈ പരിചയം എന്നുള്ള മുഖത്തിൻ്റെ ഒരു പരിധി വരെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ പോസിറ്റിവിറ്റി അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുണ്ടാവട്ടെ. ഏതായാലും കലാകാരന്മാർക്കും പറ്റിയ ഇടമാണ് രാഷ്ട്രീയം. അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല, സജീവ രാഷ്ട്രീയത്തിൽ പൊതുരാഷ്ട്രീയത്തിൽ കൂടി കലാകാരൻ ഇടപെടണമെന്നാണ് വിവേക് ഗോപൻ പറഞ്ഞത്. ഏതായാലും ഇന്ത്യയുടെ വലിയ സ്ഥാനാർത്ഥി വലിയ പ്രതീക്ഷകളുമായി തന്നെയാണ് അരുവിക്കരയിൽ ഇത്തവണ മത്സരിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.